ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു നല്ല ബിരിയാണി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ഹൈദരാബാദി ഒരു മട്ടൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പോട്ടിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ ക്യുമിൻ സീരം, നമ്മൾ നല്ല ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, പിന്നെ ഇത് നമ്മൾ ഡ്രൈഡ് മിൻറ്റ് ലീഫ് ആട്ടോ, പുതിനയില ഉണക്കി പൊടിച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് ഡ്രൈഡ് ആണ് എപ്പോഴും കുറച്ച് ഫ്ലേവർ കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ യോഗർട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നല്ല പോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ മട്ടണിലേക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂൺ വീതം ഗരം മസാല, ക്യുമിൻ പൗഡർ, എങ്ങനെയാണ് പൊടികളുടെ അളവ് വരിക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിരുമ്മി കൈകൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലേവറൊക്കെ നല്ലപോലെ മട്ടണിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു രാവിലെയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഉച്ചക്കത്തേക്ക് എടുക്കുകയാണെങ്കിൽ അത്രയും കൂടി ഫ്ലേവർ പിടിച്ച് കിട്ടും. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ ഈ ഒരു മട്ടൺ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യരുത്. ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്ക് ലിഡ് ഇട്ടിട്ട് വെയിറ്റ് ഇട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ആഡ് ചെയ്യരുത്, മട്ടണിന് വെള്ളം വന്നോളും. നമ്മൾ യോഗട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ 2 വിസിലാണ്, അതിൽ കൂടുതലായി പോരുത്. കാരണം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ദം ഇടുന്ന ടൈമിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ കറക്റ്റ് 2 വിസിൽ കഴിയുമ്പം ഓഫ് ചെയ്തിട്ട് പ്രഷർ കളഞ്ഞെടുക്കുക. ഇനി റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ചും കൂടി ഫ്ലേവർ കൂടുതൽ വന്നിട്ടില്ല. അതാണ് നമ്മൾ മന്തിയൊക്കെ വെക്കുന്ന റൈസ്. നല്ലപോലെ കഴുകി എടുത്തിട്ട് അതിലേക്ക് വെന്ത് ഊറ്റിയെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കുറച്ചുകൂടി ഡ്രൈഡ് മിൻറ്റ് ലീഫും പിന്നെ കുറച്ച് ഓയിലും അതുപോലെ തന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നല്ല ജീരകം അതൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 75% കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഡ്രൈഡ് മിൻറ്റ് ലീഫാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഫ്ലേവർ തോന്നിയിട്ടുള്ളതും. മറ്റേതൊരു ചെറിയ കയ്പ്പ് വരുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡ്രൈഡാണ് യൂസ് ചെയ്യൽ. അങ്ങനെ നമ്മൾ ചോറൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് ഒണിയൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഈ ഒരു ഫ്രൈഡ് ഒണിയൻ ചേർക്കുമ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മളെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ മട്ടനും വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ മട്ടന്, കണ്ടോ. അപ്പോൾ ഇനി ഈ മട്ടൻ മാത്രം ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ വെള്ളം മാറ്റി വെക്കാം, നമുക്ക് ദമ്മിടുന്ന ടൈമിലേക്ക് ആവശ്യമുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഒനിയൻ ഉണ്ടല്ലോ, അതും കൂടി കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് 1 ടീസ്പൂൺ ഗീ ആണ്. അപ്പോൾ ഗീയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റ് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ ആ മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് പകുതി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെക്ക് മേലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള സ്റ്റോക്കും കൂടി ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് ചേർക്കുന്നതിന് മുന്നേ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. എന്നിട്ട് ഒരു 1/2 അവർ നല്ല ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കിട്ടിലും ടേസ്റ്റിലുള്ള ഹൈദരാബാദി മട്ടൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ്, എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.